വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. മനുഷ്യജീവിതം കടൽ പോലെ പരന്നുകിടക്കുമ്പോൾ ആകാശത്തുനിന്ന് അത് നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുക? ആത്യന്തികമായി ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ആയുസ്സു തന്നെ. ചുമരില്ലെങ്കിൽ ചിത്രമെഴുതാൻ സാധ്യമല്ലല്ലോ. കുട്ടി പിറക്കുമ്പോൾ കുട്ടിക്ക് ആയുസ്സു വേണോ ബുദ്ധിശക്തി വേണോ എന്ന് ദൈവം ചോദിച്ചാൽ രണ്ടും വേണമെന്ന് പറയും മനുഷ്യൻ. ഒന്നേ ചോദിക്കാവൂ എന്ന് ദൈവം ആവശ്യപ്പെട്ടാൽ മനുഷ്യൻ എന്താണ് പറയുക? ജനിച്ച ഉടനെ മരിച്ചു പോകുന്ന കുഞ്ഞിന് ബുദ്ധിശക്തി ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ആയുസ്സുള്ള കുട്ടിക്ക് അടുത്തതായി വേണ്ടത് എന്താണ്? തീർച്ചയായും ആരോഗ്യം തന്നെ. ആരോഗ്യമില്ലാതെ അവശതയോടെ കട്ടിലിൽ കിടക്കുക മാത്രം ചെയ്യുന്ന ഒരാളെക്കൊണ്ട് എന്ത് പ്രയോജനം? ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നാം പഴമൊഴി പോലെ പറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തിക്ക് അധ്വാനത്തിലൂടെ എന്തും നേടാം. ധനവും അധികാരവും പ്രശസ്തിയും പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമാക്കാൻ കഴിയും. ആരോഗ്യം സമ്പത്ത് എന്നതിനേക്കാൾ ആരോഗ്യം സ്വാതന്ത്ര്യവും കൂടിയാണ്. ഇഷ്ടപ്രകാരം ജീവിക്കാനാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ധാരാളം ധനം ഉണ്ടായാലും ആരോഗ്യമില്ലെങ്കിൽ അത് വിനിയോഗിക്കാനും ആസ്വദിക്കാനും സാധ്യമാകുമോ? അനങ്ങാനാകാതെ അവശനായി കട്ടിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് യാത്ര പോകാൻ എങ്ങനെ കഴിയും? നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, നല്ല വസ്ത്രങ്ങൾ ഉടുക്കാനാകാതെ, നല്ല വീട്ടിൽ താമസിക്കാൻ സാധിക്കാതെ അനാരോഗ്യം ഒരാളെ കെട്ടിയിടുകയാണ്, തടവിൽ പാർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ ആരോഗ്യം അനിവാര്യമാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും ശേഷം ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ആനന്ദം തന്നെ. കുട്ടിക്ക് ആനന്ദം കളികളും കളിപ്പാട്ടങ്ങളുമാണ്. പുതിയ വസ്ത്രങ്ങളും വസതികളും വാഹനങ്ങളും ആനന്ദം പ്രദാനം ചെയ്യുന്നതിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ്. റേഡിയോ, TV, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നുവേണ്ട ഏതൊരു ഉപകരണവും സന്തോഷത്തിൻ്റെ സൂക്ഷിപ്പു കേന്ദ്രങ്ങളാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഓരോ നിമിഷവും സന്തോഷം തേടി യാത്ര ചെയ്യുന്നവരാണ്. അമ്മിഞ്ഞപ്പാൽ നുകരുന്ന കുട്ടി അതിൽ ആനന്ദം കണ്ടെത്തുന്നു. മലർന്നു കിടക്കുന്ന കുട്ടി കമഴ്ന്നു കിടക്കുമ്പോൾ, മുട്ടുകുത്തുമ്പോൾ, പിച്ചവെച്ച് നടക്കുമ്പോൾ സന്തോഷിക്കുന്നു. പാഠശാലകളിലേക്ക് വിദ്യ അഭ്യസിക്കാൻ യാത്രയാകുന്നത് സന്തോഷം തേടിയുള്ള യാത്ര തന്നെയാണ്. സന്തോഷത്തിൻ്റെ ആയുസ്സിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? പെട്ടെന്ന് കെട്ടുപോകാത്ത, കൈവിട്ടുപോകാത്ത സന്തോഷം എവിടെയാണ് കുടികൊള്ളുന്നത്? ഇതൊരു വലിയ അന്വേഷണമാണ്. ക്രിസ്തുവും നബിയും ശ്രീബുദ്ധനും വർദ്ധമാന മഹാവീരനും ഈ അന്വേഷണം നടത്തിയിട്ടുണ്ട്. സർവ സുഖസൗകര്യങ്ങളോടുകൂടിയ കൊട്ടാരവും സുന്ദരിയായ ഭാര്യയും ഓമനയായ പുത്രനും ശ്രീബുദ്ധന് ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സന്തോഷം നേടാനാണ് യുദ്ധങ്ങൾ നടത്തുന്നത്, പണ്ടും ഇന്നും. എന്നാൽ എന്താണ് അതിൻ്റെ അനന്തരഫലം? വ്യാസവിരചിതമായ മഹാഭാരതത്തിൽ നാം കാണുന്നത് എല്ലാ സന്തോഷങ്ങളും കത്തിക്കരിഞ്ഞുപോയി ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ, ദുഃഖങ്ങളുടെ തീരാക്കയത്തിൽ പാണ്ഡവരും ബന്ധുക്കളും മുങ്ങിത്താഴുന്നതാണ്. സർവ ഇസങ്ങളും രാഷ്ട്രീയ തത്വസംഹിതകളും സന്തോഷത്തിൻ്റെ ഇരിപ്പിടം തേടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത്. മുൻപേ പറക്കുന്ന പക്ഷികളായ കവികൾ ആത്യന്തികമായ സന്തോഷത്തെ കണ്ടെത്താൻ വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ആയുസ്സുള്ള സന്തോഷം, ആരോഗ്യമുള്ള സന്തോഷം, അനന്തമായ ആനന്ദം കണ്ടെത്താനുള്ള ആ വഴി ഇങ്ങനെയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. നമുക്ക് ആ വഴി സഞ്ചരിച്ചു നോക്കാം. നമുക്ക് വിവേകികളായി ജീവിക്കാൻ ശ്രമിക്കാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.